ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനു ഇപ്പോൾ അലീനയെ കാണാൻ വേണ്ടി നെടുമ്പുരക്കിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വന്ന് വണ്ടി നിർത്തുമ്പോഴേ അവിടെ പുറത്ത് ഹരിയും ബബിതയും കൂടി സംസാരിച്ചിരിക്കുന്നത് കാണുന്നു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവരെ ഇങ്ങനെ മനു നോക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും മനുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ മനുവിന് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ കമലയും ശിവനും ഒക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോന്നോ? ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മനു പറയുമ്പോൾ അവരെല്ലാവരും ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവർക്കും ഒരു കള്ളത്തരം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്ത് കള്ളത്തരം? ഞങ്ങൾക്ക് കള്ളത്തരമൊന്നുമില്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. അങ്ങനെ മനു ഇപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി അലീനയെ വിളിക്കുന്നു. എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് അലീന എവിടെയെന്ന്. അപ്പോൾ ബബിത പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന്. എന്നിട്ട് മനു ഇപ്പോൾ ചെന്ന് അലീനയുടെ റൂമിൽ ചെന്ന് തട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ റൂം തുറക്കുവാണേ എന്ന് പറഞ്ഞ് അലീനയുടെ റൂം തുറക്കുകയാണ്. റൂം തുറക്കുമ്പോൾ തന്നെ അതിനകം അലങ്കോലമായി കിടക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മനുവിന് കാര്യം മനസ്സിലാവുന്നു. മനു അങ്ങനെ ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് അലീന എവിടെയെന്ന്. ബബിത ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ കമല പറയുന്നുണ്ട്, ഞങ്ങൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇത് കേട്ടപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എവിടേക്ക് പറഞ്ഞു വിട്ടു എന്ന് മനു ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, അതൊന്നും നീ ഇനി അറിയേണ്ട കാര്യമില്ല. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് ഡീൽ ചെയ്തു. ഇനി അവളുടെ ആവശ്യം ഈ വീട്ടിലില്ല എന്ന് ശിവൻ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അത് അച്ഛനാണോ തീരുമാനിക്കുന്നത്? ബാലേന്ദ്രൻ അങ്കിളുടെ വീട്ടിൽ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അച്ഛനാരാ അധികാരം തന്നത് എന്ന് മനു ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ അനിയത്തിയുടെ വീടാണ്. ആ സ്ഥിതിക്ക് ബാലചന്ദ്രൻ എൻ്റെ അനിയനാണ്. എൻ്റെ അനിയനും അനിയത്തിക്കും അവരുടെ ജീവിതത്തിൽ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാനും ഒരു തീരുമാനമെടുക്കാനുമുള്ള അവകാശം എനിക്കുണ്ട് എന്നൊക്കെ ശിവൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അച്ഛാ ഇത് തീക്കളിയാണ്. എവിടെ അലീനെ പറഞ്ഞു വിട്ടതെന്ന് വെച്ചാൽ അവിടെ പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ശിവൻ പറയുന്നുണ്ട്, നീ ഇതിനകത്തൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല, ഇതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കമലയും പറയുന്നുണ്ട്, അലീന അവൾ ഈ വീട്ടിൽ ആവശ്യമില്ല. ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയുടെ കാര്യമല്ല നോക്കേണ്ടത്. അവൻ്റെ കെട്ടിയോളാണ് അവിടെ ആശുപത്രിയിൽ കിടക്കുന്നത്, വൈജ. അവളുടെ കാര്യം നോക്കിയാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനു ഇപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ട് രണ്ടുപേരുടെ മുഖത്തൊന്ന് മാറി മാറി നോക്കിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട് കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ശിവേട്ട അവൻ എങ്ങോട്ടേ പോയത്? ഇനി അവളെ പോയി കൂട്ടിക്കൊണ്ടെങ്ങാനും വരുമോ? ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഹരി അവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടതല്ലേ, അവളിപ്പോൾ പോയി കാണും. അതുകൊണ്ട് ഇനി കാണാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ബബിത ആകെ ടെൻഷനിലാണ്. കാരണം ബാലേന്ദ്രനെ വിളിച്ച് മനു ഇതെല്ലാം വിളിച്ച് പറയുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ബബിത. ഇത് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, മോൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന്, മോള് ടെൻഷൻ ആകാതെ എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. എന്നാലും ബബിത വളരെയധികം ടെൻഷനിൽ തന്നെയാണ്. അങ്ങനെ ശേഷം ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത്. അലീന അങ്ങനെ ബസ്സൊക്കെ കയറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനായി ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇപ്പോൾ അലീന വന്ന് ഹോസ്പിറ്റലിലെ എൻക്വയറിയിൽ വൈജയന്തിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയെ കാണുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അവിടെ നിന്ന് പോന്നു, എനിക്ക് അമ്മയൊന്ന് കാണണം, എന്നിട്ട് ഞാൻ പോകുക എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയുന്നേ? എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പാടാണ്. ഞാൻ ഇനി ആ വീട്ടിലൊരു അധികപ്പറ്റാണ്. ഇപ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ ആക്സിഡൻറ്റൂടെ വന്നതോടുകൂടി ആരും എന്നെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ, നീ ആ വീട്ടിൽ അധികമാണോ ശിഷ്ടമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ വേറെ ആരുമല്ല. നീ വേറെ ആരെയും നോക്കേണ്ട കാര്യവുമില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല ചാ. ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്ന് ബ്രിജിത്താമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് അലീന ചോദിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ബാലേന്ദ്രൻ ആലോചിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നെടുമ്പുരക്കൽ ബാലചന്ദ്രനോ അവൻ്റെ വീട്ടുകാരോ നിനക്ക് ആരുമല്ലായിരിക്കും. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്നേക്കരുത്. പല്ലി വാല് മുറിച്ചിട്ടിട്ട് പോകുന്നത് പോലെ പോയിക്കോണം, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട അലീനയ്ക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് അലീന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മയൊന്ന് അവസാനമായി കണ്ടോട്ടെ എന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ നിന്റെ അമ്മയില്ല, ഇവിടെ ബാലചന്ദ്രൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ആ ഭാര്യയ്ക്ക് ബാലചന്ദ്രനിലുണ്ടായ 3 മക്കൾ മാത്രമേ ഉള്ളൂ. വേറെ മക്കളൊന്നും തന്നെ ഇല്ല. നീ അനാഥാലയത്തിലാണ് വളർന്നത്. അതുകൊണ്ട് അനാഥയായിട്ട് തന്നെ തിരിച്ചു പോയിക്കോണം. ഇനി ഒരിക്കലും ഒരു ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നു. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് നല്ലപോലെ സങ്കടം വരുന്നുണ്ട്.
ഉടനെ എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഈ അച്ഛാ എനിക്കിനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരും എന്നോട് ഒന്ന് സ്നേഹത്തോടെ പെരുമാറുന്നു പോലുമില്ല. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരിയാണ്. എല്ലാവരും എന്നെ വെറുപ്പോട് കൂടിയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അലീന പൊയ്ക്കോളാൻ. പൊയ്ക്കോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അലീന കുറേ നേരം ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ അങ്ങോട്ടങ്ങ് പോകുന്നു. പോകുമ്പോഴും ബാലേന്ദ്രനെ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അലീന. ബാലേന്ദ്രനാണെങ്കിൽ അങ്ങോട്ടേക്ക് അലീനയെ നോക്കാതെ തിരിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അലീന ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ മനു ഇപ്പോൾ അവിടെ എത്തുന്നുണ്ട്. മനു ഇപ്പോൾ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അലീനയെ വിളിക്കുന്നുണ്ട്. നീ എങ്ങോട്ടായി പോകുന്നത് എന്ന് മനു ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും പോകുക മനുവേട്ടാ എന്ന് അലീന പറയുന്നു. നീ അകത്ത് കയറി ബാലേന്ദ്രൻ അങ്കിളിനെ കണ്ടായിരുന്നോ എന്ന് മനു ചോദിക്കുന്നു. ആ കണ്ടു എന്ന് അലീന. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് മനു ചോദിക്കുമ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നു, അപ്പോൾ നീ പോയിട്ട് ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വരില്ല മനുവേട്ടാ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ചിങ്ങോട്ട് വന്നേക്കരുതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അലീന. ഇത് കേട്ട് മനു ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടുന്ന് ഞാൻ നേരെ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. അങ്ങനെ ഇപ്പോൾ കരുതിയിരിക്കുന്നത് എന്ന് അലീന പറയുന്നു. എന്നിട്ട് പിന്നെന്താ നിന്റെ ഉദ്ദേശം എന്നും മനു ചോദിക്കുന്നു. നീ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞോ? ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിന്നെ ഹരി പിടിച്ചു വലിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എല്ലാ ബസ് സ്റ്റാൻഡിലും 3 ബസ് സ്റ്റാൻഡിലും ഞാൻ കയറി ഇറങ്ങി അന്വേഷിച്ചിട്ടാണ് ഈ വരുന്നത്. നീ ആ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ദേഷ്യം വരും, പിന്നെ അത് വലിയൊരു വഴക്കാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ മനു ഇങ്ങനെ കൈ ഒങ്ങിയിട്ട് പറയുന്നുണ്ട്, ഒരൊറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ ഇതെല്ലാം മനസ്സിലിട്ടിട്ട് അങ്കിളിനോടൊന്നും പറയാതെ നീ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കുവാണല്ലേ. അതൊന്നും നടക്കില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും മനുവേട്ടാ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ മനു ഇപ്പോൾ അലീനയുടെ ചെവിയിലൊന്ന് പിടിച്ച് കിഴിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് അതൊന്നും മകളിനോട് തുറന്നു പറയാതെ അതെല്ലാം മനസ്സിലിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാമെന്ന് നീ കരുതിയോ? അതൊന്നും നടക്കില്ല മോളെ. നിന്നെ ഞാൻ അങ്ങനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് എന്നോട് പറയണ്ടായിരുന്നല്ലേ, അങ്കിളിനോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലേ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മനുവേട്ടാ, ഞാൻ മനുവേട്ടനെ കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ എന്നെ കാണാതെ പോകില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അലീന. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മനു ഇപ്പോൾ പോകുന്നു. എന്നിട്ട് മനു പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ അലീന അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് മനുവിനും വിഷമമാവുന്നുണ്ട്. അങ്ങനെ മനു ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് വന്ന് അലീനയോട് പറയുന്നുണ്ട്, ഇനി കരയൊന്നും വേണ്ട, നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ. ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ, നല്ല കുട്ടിയായി ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിന്നോളാം എന്നൊക്കെ പറയുന്നു. എങ്കിൽ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞ് തോളിലൊക്കെ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചിട്ടാണ് മനു ഇപ്പോൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോയിരിക്കുന്നത്. മനു ഇപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ആകെ ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനുവിനെ കണ്ട് ബാലൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നോ? ഉടനെ മനു ചോദിക്കുന്നുണ്ട്, അലീന ഇവിടെ വന്നിരുന്നോ എന്ന്. വന്നിരുന്നു, വന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി എന്ന് ബാലൻ പറയുന്നു. എന്നിട്ട് അങ്കിള് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് മനു ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നല്ലാതെ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എല്ലാം കെട്ടിപ്പെറുക്കി ഇങ്ങോട്ട് പോന്നു. ഈ സമയത്ത് അവൾ എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? എന്നിട്ടും അവൾ പോകുവാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അവളെ സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ ആരെങ്കിലും ആണോ അവൾ? ഞാൻ അവളെ സ്നേഹിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊന്നുമില്ലാഞ്ഞിട്ടും ഞാൻ അവളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഈ സമയത്ത് എനിക്കും ഒരു തുണ വേണം മനു. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയാൻ, എന്നെ മനസ്സിലാക്കാൻ ആരെങ്കിലും എനിക്ക് വേണം. അതിനാണ് ഞാൻ അവളെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. അവൾക്കും ഒരു തുണ വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഗാർഡ് ചെയ്ത് അവളെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ടും അവളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു വാക്ക് പോലും പറയാതെ എന്നോടൊന്ന് ഫോൺ വിളിച്ചു പോലും ചോദിക്കാതെയാണ് അവളെല്ലാം കെട്ടിപ്പെറുക്കി ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിനോട് പറയുന്നുണ്ട്. ഉടനെ മനു പറയുന്നു, അങ്കിളെ, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോകുന്നതല്ല, അവളുടെ കയ്യിൽ ഫോണില്ല എന്ന് ഇങ്ങനെ മനു പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അവളുടെ ഫോൺ എന്തിയേ, അതെവിടെ പോയി എന്ന് ചോദിക്കുന്നു.
അപ്പോൾ മനു പറയുന്നുണ്ട്, അതെൻ്റെ അമ്മയും ഹരിയും കൂടെ പിടിച്ചു വാങ്ങിയെന്ന്. പിടിച്ചു വാങ്ങിയെന്നോ? നീ എന്താ ഈ പറയുന്നേ എന്ന് ബാലൻ ചോദിക്കുന്നു. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങി പോന്നതല്ല. എൻ്റെ അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടി അവളെ അവിടെ നിന്ന് പിടിച്ചിറക്കി ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി വിട്ടു. പിന്നെ അവൾ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് എന്നൊക്കെ മനു പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് അവൾ എവിടെ എന്നിങ്ങനെ ബാലൻ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, അവിടെ പുറത്ത് തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് മനു പറയുന്നു. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവളെ ചെന്ന് കൂട്ടിക്കൊണ്ട് വാ എന്ന് ബാലൻ പറയുമ്പോൾ മനു ഇപ്പോൾ പോയി അലീനയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അലീന. ഈ നടന്ന സംഭവങ്ങളൊക്കെ നീ എന്നോട് എന്താ പറയാതിരുന്നത് എന്ന് ബാലൻ ഇപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വഴക്കുണ്ടാകില്ലേ? ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും കുറച്ച് മനസ്സമാധാനം ഉണ്ടായിക്കോട്ടെ എന്നോർത്ത ഞാൻ പറയാതിരുന്നത് എന്ന് അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മകളെ അടിച്ചിറക്കി വിട്ടിട്ട് ഞാനത് അറിയാതെ മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരാ? വെറും കിഴങ്ങൻ. അത് നീ അനുവദിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട, ആർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ വേറെ ആരുടെ മനസ്സമാധാനം നോക്കണ്ട, എൻ്റെ മനസ്സമാധാനം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലെ നീ ഇങ്ങനെ ഒരു കാര്യം ആവർത്തിച്ചേക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറഞ്ഞോണം എന്നൊക്കെ ഇങ്ങനെ വളരെ ദേഷ്യപ്പെട്ടിപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.